വ്രതശുദ്ധിയുടെ പുണ്യമാസമായ റംസാൻ നാളുകൾ വിശ്വാസസമർപ്പണത്തിനായി നീക്കിവെക്കുമ്പോൾ വ്രതാനുഷ്ഠാന പരിസമാപ്തി സമയത്ത് കാരക്ക കഴിച്ചാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഏറ്റവും രുചികരവും വൈവിധ്യവുമായ കാരക്കയും ഈത്തപ്പഴവും സ്വന്തമാക്കിയായിരുന്നു ഓരോ നോമ്പുതുറയും സജീവമായിരുന്നത്. അത്രക്ക് മഹത്വമാർന്ന ഈത്തപ്പഴം പോഷകങ്ങളുടെയും മിനറൽസിന്റെയും കലവറയാണെന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ. നേടൂ ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന 1000 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ. കടുത്ത മധുരമുണ്ടെങ്കിലും ഈത്തപ്പഴം ഫാറ്റ് ഫ്രീയും ഷുഗർ ഫ്രീയുമാണെന്നാണ് പറയപ്പെടുന്നത്. കാലങ്ങൾക്ക് മുമ്പ് നാട്ടിൻപുറങ്ങളിലെ ചന്തകളിലും മറ്റും അമൂല്യ ഭക്ഷ്യവസ്തുവായി ലഭിച്ചിരുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നും അധികമായി ഇറക്കുമതി ചെയ്തു വരുന്ന ഈത്തപ്പഴം ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ പോലും സുലഭമായി ലഭിക്കുകയാണ്. ചില്ലറയായും ഗുണമേന്മ അവകാശപ്പെടുന്ന പാക്കറ്റുകളിലും നമുക്ക് ഇന്ന് ഈത്തപ്പഴം ലഭ്യമാകും. പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് അതായത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും നിറം മങ്ങിയ ബിസിനസ്സാണ് ഈ ഈത്തപ്പഴത്തിൻ്റെ. ഏകദേശം 500ഓളം തരം ഈത്തപ്പഴങ്ങൾ ലോകത്തുണ്ടെങ്കിലും 230 തരം ഈത്തപ്പഴങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതിൽ കേരളത്തിൽ 83 തരം ഈത്തപ്പഴത്തിനാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. മഗ്നീഷ്യം, ഇരുമ്പ് സത്ത് എന്നുവേണ്ട ശരീരത്തിന് ആവശ്യമുണ്ട എല്ലാ ലവണങ്ങളും അടങ്ങിയ ഒരു അമൂല്യ പഴമാണ് ഈത്തപ്പഴം. ഈ റംസാൻ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഈത്തപ്പഴത്തിനാണ്. അപ്പോൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തിരൂരിലെ മാർക്കറ്റിൽ ഏകദേശം ഒരു 400 മുതൽ ഒരു 800-700 വരുന്ന ഈത്തപ്പഴങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. അപ്പോൾ ചലഞ്ചായിട്ട് പോലും ആൾക്കാർ ഏറ്റെടുത്തത് ഈത്തപ്പഴത്തിനെയാണ്. അപ്പോൾ റംസാനിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈത്തപ്പഴം. ഇതിൻ്റെ ഐതിഹ്യങ്ങൾ പറയുകയാണെങ്കിൽ നബി കഴിച്ച ഭക്ഷണങ്ങളാണ്. നമ്മൾ അത്താഴ സമയത്ത് 2 ഈത്തപ്പഴവും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഈ കാലത്ത് നമുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് ആവശ്യക്കാർ ഒട്ടനവധി ഉണ്ട്. കഴിഞ്ഞ 2 വർഷം നിറം മങ്ങിയ ബിസിനസ് ഇപ്രാവശ്യം വളരെയധികം ഉഷാറായിട്ടുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പഴത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സന്തോഷമാണുള്ളത്. കാരണം ഞങ്ങൾ കൊടുത്ത സാധനങ്ങളൊക്കെ തികയാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. ആവശ്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തരം ഈത്തപ്പഴങ്ങളും നല്ല വിപണിയാണ്. കേരളത്തിലെ വിപണിയിൽ വൈവിധ്യമാർന്ന 40-ൽ പരം ഈത്തപ്പഴങ്ങളാണ് പ്രധാനമായും ലഭിക്കുന്നതെന്ന് പറയുന്നു. ഒമാൻ, ഇറാൻ, ഇറാഖ്, ദുബായ്, തുനീഷ്യ, സൗദി അറേബ്യ, ജോർദാൻ തുടങ്ങിയ നാടുകളിൽ നിന്നും ആഫ്രിക്കൻ നാടുകളിൽ നിന്നുമാണ് നമ്മുടെ വിപണികളിൽ ഈത്തപ്പഴം എത്തുന്നത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ പൊന്നാനി. മറക്കണ്ട കേട്ടാ, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ. ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.